ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം. ഈ 12,000-ഓളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപയ്ക്ക്. ഒരു സാരിയുടെ വില 390 രൂപയാണ്. 390 രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി 1600 രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ. 1600 മൈനസ് 390 1210 രൂപ. കുഞ്ഞു പിള്ളേരെ പച്ച ജീവിക്കുന്നതോടൊപ്പം ഇതിലും ഭേദം വല്ല കക്കാനോ പിടിച്ചു കൊടുക്കാനോ. എങ്ങനെയാണ് ഇതൊരു കൊള്ള നൃത്തമാകുന്നത്? പങ്കെടുത്തവരുടെ എണ്ണം 11,600. അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർക്ക് കിട്ടിയ ലാഭം 1210. 11,600 ഗുണം 1210 ഇസ് ഈക്വൽ ടു ആകെ ലാഭം 1,40,36,000 രൂപ. ഇത് കണ്ടോ, 1 കോടി രൂപയാ. ഇങ്ങനെ പല കോടികൾ ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലുള്ള പെണ്ണ് കച്ചവടം നടത്തി തന്നെയാ. കല്യാൺ സിൽസ് 390 രൂപയ്ക്ക് കൊടുത്ത സാരി 1600 രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ള ലാഭത്തിലൂടെ നേടിയത് 1,40,36,000 രൂപ. ഓരോരോ തട്ടിപ്പുകളെ 3,500 രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് 11,599 പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം 4,05,96,500 രൂപ. ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കണ പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ.